വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PYQ സീരീസ് 2024-25 തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. ബാക്കിയുള്ള ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കോഡാന്ന് വെച്ചാൽ 1067/2025 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കോഡ് കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണ്. ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ നമ്മൾ കോപ്പറേറ്റീവിലൂടെ കോഴ്സ് ഇപ്പോഴും റണ്ണിങ് ആണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ നമ്മൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുക. പിന്നെ കൂടാതെ ഇതിൻ്റെ PDF നമ്മളവിടെ അവൈലബിൾ ആക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ് ബാക്കിയുള്ളതെന്ന് നോക്കുന്നത് കേട്ടോ. അതിന് മുമ്പ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രസൻറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ 743 ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഈസ് മാൻഡേറ്ററി ഓൺ ദ പാർട്ട് ഓഫ് ബാങ്ക്സ് നോട്ട് ടു ആസ്ക് ഫോർ കൊളാട്രൽ സെക്യൂരിറ്റി ഇൻ ദ ഫോളോയിങ് കേസസ്. അതായത് താഴെ പറഞ്ഞിരിക്കുന്ന ഏത് കേസസിലൊക്കെയാണ് കൊളാട്രൽസ് വേണ്ടാത്തത്. അപ്പോൾ ചില കേസിൽ ബാങ്കുകൾ കൊളാട്രൽ മസ്റ്റായിട്ട് വാങ്ങിക്കും, ചില കേസിൽ എന്ത് ചെയ്യില്ല, കൊളാട്രൽസ് വേണ്ടാന്ന് വെക്കും. ഓക്കെ, അപ്പോൾ വേണ്ടാന്ന് വെക്കുന്നത് RBIയുടെ റെഗുലേഷൻസ് വരുമ്പോഴാണ് പിന്നെ അതിന് കൊളാട്രൽസ് ഫ്രീ ആക്കി വെക്കുക കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെ കേസസ് ആണെന്ന് താഴെ 3 കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 3 കേസ് ഏതാണെന്ന് നോക്കാം കേട്ടോ. എനി അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഇൻക്ലൂഡിങ് ക്രോപ്പ് ലോൺ അപ് ടു 2 lakh വരെയുള്ള അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കേട്ടോ. ക്രോപ്പ് ലോൺ ആണ്. ഓക്കെ, അഗ്രികൾച്ചർ ക്രെഡിറ്റിൽ ഇൻക്ലൂഡിങ് ക്രോപ്പ് ലോൺ ആണ് പറയുന്നത്. എഡ്യൂക്കേഷൻ ലോണ് അപ് ടു എത്ര 4 lakh വരെയുള്ളത്. ക്രെഡിറ്റ് MSMEക്ക് കൊടുക്കുന്നത് 10 lakh വരെയുള്ളത്. അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരിക ഓൾ ഓഫ് ദി എബോവ് ആണ്. എല്ലാവർക്കും എന്ത് വേണ്ട, കൊളാട്രൽസ് വേണ്ട കേട്ടോ. അപ്പോൾ വേറെയും കുറച്ച് കേസസ് ഉണ്ട്, നമുക്ക് അതും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. അപ്പോൾ നമ്മളിത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, പറയുന്നേ ഉള്ളൂ കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. MSMEയുടെ കേസ് നമ്മൾ പറഞ്ഞു ലോൺസ് അപ് ടു 10 lakh ആണെന്ന്. അതിവിടെ ഓപ്ഷനിലുണ്ട്. അത് ന്യൂ ലോണിനും അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ലോൺസിനും പെർമിസിബിൾ ആണെന്നാണ് പറയുന്നത്. പിന്നെ ഇതുപോലെ തന്നെ MSMEക്ക് CGT MSCയുടെ കീഴിൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഈ CGT MSC എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫോർ ഈ മൈക്രോ സ്മോൾ ആൻഡ് എൻ്റർപ്രൈസസിൻ്റെ തന്നെ ഒരു പ്രോഗ്രാമാണ്, ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് ഫോർ മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ്. അപ്പോൾ അതിൽ കൊടുക്കുന്ന ലോൺസ് ആണെങ്കിൽ അപ് ടു 5 crores വരെ എന്ത് ചെയ്യാം, കൊളാട്രൽ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് MSMEയിൽ 2 കാറ്റഗറിക്ക് കൊടുക്കുന്നുണ്ട്. ഒന്ന് ലോൺസ് അപ് ടു 10 lakh, ന്യൂ ഓർ എക്സിസ്റ്റിംഗ് ലോൺസ് ഏതായാലും കുഴപ്പമില്ല. ലോൺസ് അണ്ടർ CGT MSCക്ക് കീഴിലാണെങ്കിൽ എത്ര അപ് ടു 5 crores വരെ എന്ത് ചെയ്യാം, കൊളാട്രൽ ഫ്രീ ലോൺസ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. പിന്നെ പറയുന്ന കേസ് അഗ്രികൾച്ചറൽ ലോൺസ് ആണ്. അഗ്രികൾച്ചറൽ ലോൺസ് അപ് ടു 2 lakh ആണ് പറയുന്നത് പെർ ബോറോവർ. അതിപ്പം January 1, 2025 വന്നതാണ് കേട്ടോ. ലോൺസ് അപ് ടു 2 lakh പെർ ബോറോവർ കേട്ടോ. അതിന് മുമ്പ് അതായത് റിന്യൂ ചെയ്തതാണ്, 2 lakh ആക്കിയതാണ് കേട്ടോ. KCC അതുപോലെ കിസാൻ ക്രെഡിറ്റ് കാർഡിനും ലിമിറ്റുകളുണ്ട്. ബാങ്ക്സ് എന്ത് ചെയ്യും, മാർജിൻ സെക്യൂരിറ്റി റിക്വയർമെൻറ്റ് കൊടുത്തിട്ടുണ്ട് 1 lakh വരെ. 1 lakh, അപ്പോൾ 1 lakh വരെ എന്തില്ല, ഈ ഒരു കൊളാട്രൽ ഫ്രീ ലോൺസ് പ്രൊവൈഡ് ചെയ്യാം. ഇനി ടൈപ്പുള്ള റിക്കവറി ആണെങ്കിൽ, ടൈപ്പുള്ള KCC ആണെങ്കിൽ അപ്പോൾ അത് എക്സ്റ്റെൻഡ് അപ് ടു 3 lakh വരെയാണ്. അപ്പോൾ ടൈപ്പ് ഇല്ലാത്തതാണെങ്കിൽ 1 lakh വരെയും, ടൈപ്പ് ഉള്ളതാണെങ്കിൽ 3 ലക്ഷം. 3 ലക്ഷത്തിന് മുകളിൽ വായ്പകൾ വേണ്ടുമ്പോൾ കൊളാട്രൽ മേടിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. കൊളാട്രൽ ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ ലോൺസിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അപ് ടു 4 lakh വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ ധാരാളം ഗവൺമെൻറ്റിൻ്റെ സ്കീമുകളുണ്ട് കേട്ടോ, അതായത് കൊളാട്രൽ വേണ്ടാത്ത സ്കീമുകൾ. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ മുദ്ര യോജന ഉണ്ടല്ലോ, PMMY, അതിൽ 10 ലക്ഷം കൊടുക്കും. നോൺ കോർപ്പറേറ്റ്സിന് ലോൺ കൊടുക്കുമ്പോൾ 10 ലക്ഷം വരെയൊക്കെ കൊളാട്രൽ ഫ്രീ ലോൺസ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ സ്റ്റാൻഡപ്പ് ഇന്ത്യയുടെ സ്കീമുണ്ട്, അത് ഏകദേശം 1 കോടി വരെയൊക്കെ ഉണ്ട്. പക്ഷേ അതിന് കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമിൽ. പിന്നെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കൊടുക്കുന്ന സ്കീമുകളുണ്ട് സ്റ്റാർട്ടപ്പുകൾക്ക്. മൈക്രോ ഫിനാൻസ് ലോൺ കൊടുക്കുന്നുണ്ട്, അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. മൈക്രോ ഫിനാൻസ് ലോൺസ് അതായത് ലോ ഇൻകം ഹൗസ് ഹോൾഡ്സിന് കൊടുക്കുന്നതാണ് ഈ മൈക്രോ ഫിനാൻസ് ലോൺസ്. 3 ലക്ഷത്തിൽ കുറവ് വാർഷിക വരുമാനമുള്ളവർക്കാണ് ഇത് കൊടുക്കുക കേട്ടോ. 3 ലക്ഷത്തിൽ കുറവ് വാർഷിക വരുമാനമുള്ള ലോ ഇൻകം ഹൗസ് ഹോൾഡ്സിന് കൊടുക്കുന്ന മൈക്രോ ഫിനാൻസ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് എന്തു വേണ്ട, കൊളാട്രൽസ് ആവശ്യമില്ല. ഗവൺമെൻറ് പറയുന്നില്ല കൊളാട്രൽസ് വേണ്ട, അതൊരു ഗവൺമെൻറ് സ്കീമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കേസസിലൊന്നും എന്ത് വേണ്ട, കൊളാട്രൽസ് വേണ്ട. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള 3 കേസ് കൂടാതെ കുറച്ച് കേസും കൂടി നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ.
അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മാക്സിമം കോമ്പൻസേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ ക്യാൻ അവാർഡ് ഫോർ ലോസ് ഓഫ് ടൈം, എക്സ്പെൻസ് ആൻഡ് മെൻ്റൽ ആങ്ക്വിഷ് അണ്ടർ ദി സ്കീം? അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ കഴിഞ്ഞ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കൊളാട്രൽ ഫ്രീ ലോൺസിനെ കുറിച്ചിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കുറച്ച് പോയിൻ്റ് അല്ലേ നമ്മൾ എക്സ്ട്രാ പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ അടുത്തത് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം കേട്ടോ. ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം, അപ്പോൾ ഓംബുഡ്സ്മാൻ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് RBI ആണ് അല്ലേ. RBI ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഓംബുഡ്സ്മാൻ്റെ സ്കീം കൊണ്ടുവരുന്നത്. ഏത് വർഷമാണ്? 1995 അല്ലേ. 14 ജൂണാണ് കേട്ടോ ഡേറ്റ് അടക്കം പറയുകയാണെങ്കിൽ. 14 ജൂൺ 1995 ആദ്യമായിട്ട് ഈ ഒരു ഓംബുഡ്സ്മാൻ സ്കീം നിലവിൽ വരുന്നത്. അന്ന് ഏത് കമ്മിറ്റി പ്രകാരമാണെന്ന് വെച്ചാൽ ഗോയ്പൊരിയ കമ്മിറ്റി കേട്ടോ. ഗോയ്പൊരിയ കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത്. അതൊരു കമ്മിറ്റി ഓൺ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞ് കമ്മിറ്റി ആയിരുന്നു. 1990 കാലഘട്ടത്തിൽ അപ്പോയിൻ്റ് ചെയ്തായിരുന്നു. അതിന് ശേഷമാണ് അവരുടെ ഒരു റെക്കമെൻഡേഷൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു സംഭവം വേണം, മെക്കാനിസം വേണം എന്നത് തോന്നലുണ്ടായത്. അതിനുശേഷം വേറൊരു കണക്ട് ചെയ്യേണ്ട പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BR ആക്ടിൻ്റെ ഏത് സെക്ഷൻ പ്രകാരമാണ്? 35A ഇവിടെ കണക്ട് ചെയ്ത് വെക്കണം. BR ആക്ടിൻ്റെ 35A കണക്ട് ചെയ്ത് വെക്കണം. 14 ജൂൺ 1995 കണക്ട് ചെയ്യണം. പിന്നെ ഗോയ്പൊരിയ കമ്മിറ്റി, ഗോയ്പൊരിയയുടെ കംപ്ലീറ്റ് 1990 കമ്മിറ്റി ഓൺ കൺസ്യൂമർ സർവീസാണ് കേട്ടോ. ഓക്കെ, കസ്റ്റമർ സർവീസ്, ആ ഒരു ഇതാണ് കമ്മിറ്റിയുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുള്ളത് 2006 അല്ലെങ്കിൽ അമെൻമെൻറ്റ് എന്ന് പറയാം. അമെൻമെൻറ്റ് വന്നിട്ടുള്ളത് 2006 അപ്പോൾ 2006 പുതിയൊരു കമ്മിറ്റി വന്നിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ പേരാണ് സുമാ വർമ്മ കമ്മിറ്റി. സുമാ വർമ്മ കമ്മിറ്റി കുറച്ച് അപ്ഡേഷൻസൊക്കെ നടത്തി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടൊരു അമെൻമെൻറ്റ് വന്നു. അപ്പോൾ 2006 പിന്നെയും ആ ലോ ഒന്നും കൂടി ഓംബുഡ്സ്മാൻ്റെ സ്കീമുകളൊക്കെ ഒന്ന് നവീകരിച്ചു. അന്നൊക്കെ ഓരോ സ്കീമിനും, അതായത് NBFCക്ക് ഒന്ന്, അങ്ങനെ ഓരോന്നിനും ഓരോ ഓംബുഡ്സ്മാനായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സ്ഥിതിയൊക്കെ മാറി ഒറ്റ ഓംബുഡ്സ്മാനാണ് കേട്ടോ. വൺ നേഷൻ വൺ ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞൊരു അപ്രോച്ചാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ പ്രസൻ്റ് ഉള്ള ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമിൻ്റെ കാര്യം മാത്രം ഡിസ്കസ് ചെയ്തു പോകാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹിസ്റ്ററിയാണ്, അല്ലെങ്കിൽ മുമ്പിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി പറയാൻ പോകുന്നത് RBIOS 2021 എന്നറിയപ്പെടുന്ന നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഫസ്റ്റത്തെ പോയിൻറ്റ് വൺ നേഷൻ വൺ ഓംബുഡ്സ്മാൻ അപ്രോച്ചാണ്. എന്ന് ലോഞ്ച് ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ് ലോഞ്ച് ചെയ്തത് 12/11/2021 കേട്ടോ. 2021 പിന്നെ ഓർമ്മയുണ്ടാവും എല്ലാവർക്കും. 12/11 കേട്ടോ. നവംബർ 12 ലോഞ്ച് ചെയ്തത്. അപ്പോൾ 3 പ്രധാനപ്പെട്ട ആക്റ്റുകളിൽ ഉള്ള എല്ലാ ഗ്രീവൻസസും ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യുകയാണ്. ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം 2006 ഇതിൽ വന്നു. NBFCക്ക് സെപ്പറേറ്റ് എന്ന ആക്ട് ഉണ്ടായിരുന്നു, 2018 പ്രകാരം ഉണ്ടായിരുന്നു. പിന്നെ ഓംബുഡ്സ്മാൻ സ്കീം ഫോർ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിന് എന്തെങ്കിലും കംപ്ലൈൻറ്റും ഗ്രീവൻസസും വേണമെങ്കിലും അത് ഇതിലാണ് കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം കൊടുക്കുന്നത് ഈ ഒരു ഓംബുഡ്സ്മാൻ സ്കീമിൻ്റെ പരിധിയിലാണ് കേട്ടോ. പിന്നെ ഈ ഓംബുഡ്സ്മാൻ സ്കീം, അതായത് ഇൻ്റഗ്രേറ്റഡ് സ്കീം റെക്കമെൻഡ് ചെയ്ത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻറ്റേർണൽ വർക്കിംഗ് ഗ്രൂപ്പാണ്. RBI അപ്പോയിൻറ്റ് ചെയ്ത ഇൻറ്റേർണൽ വർക്കിംഗ് ഗ്രൂപ്പാണ് ഇങ്ങനെ ഒരു മെക്കാനിസം വേണം, അതായത് വൺ നേഷൻ വൺ ഓംബുഡ്സ്മാൻ വേണമെന്ന് റെക്കമെൻഡ് ചെയ്തത് കേട്ടോ. ഇനി നമുക്കതിൻ്റെ ഒരു വർക്കിങ്ങിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഓംബുഡ്സ്മാൻ്റെ കാലാവധി എത്രയാണ്? 3 വർഷമാണ് പറയുന്നത് അറ്റ് എ ടൈം. പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൂടുതലാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. കൂടുതൽ RBIക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ടേമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവർക്കൊരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, 14448 എന്നാണ് കേട്ടോ അവരുടെ ടോൾ ഫ്രീ നമ്പർ. അങ്ങനെ ആ നമ്പറിൽ വേണമെങ്കിൽ നമുക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പറ്റും. വിവിധ ഭാഷകളിലൊക്കെ അത് ലഭ്യമാണ് കേട്ടോ. അപ്പോൾ 3 വർഷം ടെന്യൂർ പഠിക്കുക. പിന്നെ ഈ ഒരു ഓംബുഡ്സ്മാൻ്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ നോക്കുകയാണെങ്കിൽ ജനറൽ മാനേജർ ഓർ ചീഫ് ജനറൽ മാനേജർ ഓഫ് RBI ആണ് വേണ്ടത് കേട്ടോ. ജനറൽ മാനേജർ ഓർ ചീഫ് ജനറൽ മാനേജർ ഓഫ് RBI ആണ് ഈ ഒരു ക്വാളിഫിക്കേഷൻ വേണമല്ലോ, ഡെസിഗ്നേഷൻ വേണ്ടത്. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ നമുക്കൊരു വിധി തന്നു. ആ വിധിക്ക് അപ്പീൽ പോകാൻ പറ്റുമെന്ന്? തീർച്ചയായിട്ടും പോകാം. അവർക്കൊരു അപ്പലേറ്റ് അതോറിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ പണ്ട് ഡെപ്യൂട്ടി ഗവർണർക്കായിരുന്നു അപ്പീൽ കൊടുക്കുക. ഇപ്പോൾ പക്ഷേ ഈ ഒരു സ്കീമിൽ പറയുന്നത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ,
ആൻഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ആർ ബി ഐക്ക്. അപ്പോൾ ഈ ഒരു കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്കാണ് അപ്പലേറ്റ് അതോറിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ആ പോയിൻറ്റും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇനി നമുക്ക് അതിൻ്റെ മെക്കാനിസം നോക്കാം. അപ്പോൾ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായി, ഗ്രീവൻസ് ഉണ്ടായി, നമുക്ക് ബാങ്കിൽ നിന്നും എന്തെങ്കിലും, ബാങ്കിൽ നിന്ന് മാത്രമല്ല ഒരുപാട് എല്ലാ എൻറ്റിറ്റീസും ഇതിൻ്റെ താഴെയാണ്. അതായത് ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് സെക്ടറും പിന്നെ പബ്ലിക് സെക്ടർ ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, സ്മോൾ ഫിനാൻസ്, ലോക്കൽ ഏരിയ, പേയ്മെൻറ്റ് ബാങ്ക്, RRB, പിന്നെ ഷെഡ്യൂൾഡ് പ്രൈമറി UCBസും നോൺ ഷെഡ്യൂൾഡും ഉണ്ട്. പക്ഷേ നോൺ ഷെഡ്യൂൾഡ് UCBസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവർക്ക് ആ ഡെപ്പോസിറ്റ് സൈസ് 50 കോടിക്ക് മുകളിലുള്ളവർക്ക് മാത്രമേ ഇത് ബാധകമുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാ NBFCസും, രജിസ്റ്റേർഡ് NBFCs പ്രത്യേകം നോട്ട് ചെയ്യണം, RBIയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള NBFCക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ NBFC ആണെങ്കിൽ തന്നെ അവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താ വെച്ചാൽ അവർക്ക് 100 കോടി മുകളിൽ വരുന്ന ആൾക്കാരെയാണ് ഇതിൽ ഉൾപ്പെടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഇതിലൊക്കെ ഒരു എക്സംഷൻ ഉണ്ട്. ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസാണ് എക്സെപ്റ്റ് എന്നാണ് പറഞ്ഞത്, അവരെ ഒഴിവാക്കിയിരിക്കുന്നു, എക്സ്ക്ലൂഡ് ചെയ്ത് നിർത്തിയിട്ടാണ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസിന് അവർക്ക് അവരുടെ തർക്കങ്ങളും അല്ലെങ്കിൽ അവരുടെ പിന്നെ ഗ്രീവൻസസ് ഒന്നും ഈ മെക്കാനിസത്തിൻ്റെ അണ്ടറിൽ വരുന്നില്ല. ഓക്കെ. പിന്നെ NBFCs വരും. സിസ്റ്റം പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേയ്മെൻറ്റ് പാർട്ടിസിപ്പൻസ് ആണ് കേട്ടോ. പേയ്മെൻറ്റിൻ്റെ മോഡുകളുണ്ടല്ലോ, നമ്മളെ കാർഡുകളും അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ്സ് അതൊക്കെ അതിൽ വരും. ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനീസ് വരും, അവരൊക്കെ വരും. പിന്നെ അതിൻ്റെ മെക്കാനിസം നോക്കുകയാണെങ്കിൽ നമ്മൾ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആദ്യം റെഗുലേറ്റഡ് എൻറ്റിറ്റിക്കാണ് കംപ്ലയിൻറ്റ് കൊടുക്കുക. അതായത് ബാങ്കാണ് ഇവിടെ റെഗുലേറ്റഡ് എൻറ്റിറ്റി. ബാങ്കോ അല്ലെങ്കിൽ ഏതിനെതിരെയാണ് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുന്നത് അവരാണ് ഇവിടെ റെഗുലേറ്റഡ് എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവർക്ക് ആദ്യം നമ്മൾ കൊടുത്തിട്ട് റിപ്ലൈക്ക് വെയിറ്റ് ചെയ്യണം. നമ്മൾ 30 ദിവസത്തിനകം അവർ റിപ്ലൈ തരണം. 30 ദിവസത്തിനകം തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ആർക്ക് മൂവ് ചെയ്യാം? നമ്മുടെ ഓംബുഡ്സ്മാൻ്റെ പിന്നെ കംപ്ലയിൻറ്റിന് വേണ്ടിയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതിന് ടൈം ഗ്യാപ്പ് പറഞ്ഞ് 1 ഇയറിനുള്ളിൽ 1 ഇയറാണ് ആ ടൈം ഗ്യാപ്പ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് ചാർജൊന്നും ഈടാക്കുന്നില്ല കേട്ടോ. ചാർജും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഈടാക്കുന്നില്ല എന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു റെഗുലേറ്റഡ് എൻറ്റിറ്റിയുടെ പിന്നെ 30 ദിവസം ആലോചിക്കുക, ഈ 1 ഇയർ ആലോചിക്കുക. പിന്നെ ബാക്കി നമ്മൾ കുറച്ച് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ അപ്പലേറ്റ് അതോറിറ്റി ആരാണ്, അവരുടെ ഡെസിഗ്നേഷൻ പറഞ്ഞിട്ടുണ്ട്. ടോൾ ഫ്രീ നമ്പർ 14448 ആണ് കേട്ടോ. ടെന്യൂർ മാക്സിമം 3 ഇയേഴ്സ് അറ്റ് എ ടൈം. വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാം. റീഅപ്പോയിൻറ്റ് അതൊക്കെ തീരുമാനിക്കുന്നത് RBI ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ പറയാനുള്ളൂ. ആരെ സംബന്ധിച്ച്? നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ. പിന്നെ 2 കാര്യം ഇപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റൽ അഗണിക്ക് 1 ലക്ഷം രൂപയാണ്. അതുപോലെ മാക്സിമം കൊടുക്കുന്നത് 20 ലക്ഷം രൂപയാണ് കേട്ടോ. മാക്സിമം കൊടുക്കുന്നത് 20 ലക്ഷം രൂപ, മെൻ്റൽ അഗണിക്ക് 1 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്, എമൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ 20 ലക്ഷം അതിൻ്റെ താഴെ മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ, എമൗണ്ടായിട്ട് തുകയായിട്ട് പിന്നെ കൊടുക്കുള്ളൂ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് എ പേയ്മെൻറ്റ് ഗേറ്റ് വേ? ഡിജിറ്റൽ ബാങ്കിങ്ങിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേയുടെ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടു പ്രോസസ് ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷൻ ആണോ, ടു എൻഷുർ സെക്യൂർ ഓൺലൈൻ പർച്ചേസ് ആൻഡ് പേയ്മെൻറ്റ്സ് ആണോ, ടു ഡെലിവർ ഗുഡ്സ് ടു കസ്റ്റമേഴ്സ് ആണോ, ടു പ്രൊവൈഡ് ബാങ്കിങ് സർവീസ് ടു റൂറൽ ഏരിയാസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ടു എൻഷുർ, ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും അല്ലേ, ഓൺലൈൻ പർച്ചേസ് പേയ്മെൻറ്റ്സിനാണല്ലോ നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ് വേസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് ഈ ഗേറ്റ് വേ, പേയ്മെൻറ്റ് ഗേറ്റ് വേ ഒക്കെ കാണാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗൂഗിൾ പേയുടെ കാര്യം ചോദിച്ചില്ലേ. അപ്പോൾ എന്താണ് ഈ പേയ്മെൻറ്റ് ഗേറ്റ് വേ നോക്കാം കേട്ടോ. അപ്പോൾ അന്നൊരു ഗൂഗിൾ പേ പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണോ അല്ലയോ എന്നൊക്കെ ഒരു ശങ്കയുണ്ടായിരുന്നു അല്ലേ, സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൂഗിൾ പേ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ അല്ല, അതൊരു ഡിജിറ്റൽ വാളറ്റാണ്. അതായത് പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് ട്രാൻസാക്ഷൻസ് പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ വാളറ്റാണ് എന്ത്, ഗൂഗിൾ പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതൊരു ടെക്നോളജിയാണ്. ദാറ്റ് അലൗസ് റീറ്റെയിലേഴ്സ് ടു ആക്സെപ്റ്റ്, നമ്മുടെ നോൺ ക്യാഷ് പേയ്മെൻറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ കസ്റ്റമേഴ്സ് എന്നുള്ള നോൺ ക്യാഷ് പേയ്മെൻറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ, റീറ്റെയിലേഴ്സ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ടെക്നോളജിയാണ് കേട്ടോ. ഇറ്റ് പ്രൊവൈഡ് സ്ട്രോങ് കസ്റ്റമർ ഓതൻറ്റിക്കേഷൻ കൊടുക്കുകയാണ്, എന്നിട്ട് എൻക്രിപ്റ്റ് ചെയ്യുകയാണ്, സെൻസ് പേയ്മെൻറ്റ് ഇൻഫർമേഷൻ, ക്രെഡിറ്റ് കാർഡ് നമ്പർ ടു മർച്ചൻറ്റ് ബാങ്ക് പ്രോസസ്സറിന് ഇതൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഒരു ടെക്നോളജിയാണ് പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. റാസർ പേ എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ്. പേപ്പാൽ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ്.
അപ്പോൾ ഗൂഗിൾ പേ എന്ന് വെച്ചാൽ അത് പേയ്മെൻറ്റ് ഗേറ്റ് വേ അല്ല, അതൊരു ഡിജിറ്റൽ വാളറ്റാണ് കേട്ടോ. ദാറ്റ് യൂസസ് പേയ്മെൻറ്റ് ഗേറ്റ് വേ ടു പ്രോസസ് ട്രാൻസാക്ഷൻ. അപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉണ്ട്, പേയ്മെൻറ്റിൻ്റെ ടെർമിനലും ഉണ്ട്. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. പേയ്മെൻറ്റ് ഗേറ്റ് വേ പ്രൈമർലി യൂസ്ഡ് ഫോർ ഓൺലൈൻ ട്രാൻസാക്ഷൻസ്. അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് പേയ്മെൻറ്റ്സ്, ഇ കൊമേഴ്സ് വെബ്സൈറ്റ്സും മൊബൈൽ ആപ്സും അതർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൊക്കെയുള്ള അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ, പേയ്മെൻറ്റ്സ് ഫെസിലിറ്റേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ടെർമിനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഫിസിക്കൽ ഡിവൈസ് ഉണ്ടായിരിക്കും അല്ലേ. റീറ്റെയിൽ സ്റ്റോറുകളിലും റെസ്റ്റോറൻറ്റിലും എവിടെയാണെങ്കിലും കസ്റ്റമേഴ്സിന് ഒരു ഫിസിക്കൽ ഡിവൈസ് ഉണ്ടായിരിക്കും. നമുക്കത് പേ ചെയ്യാൻ ആവശ്യമായ ഒരു ഫിസിക്കൽ ഡിവൈസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഡിവൈസാണ് ഇവിടെ പേയ്മെൻറ്റ് ടെർമിനൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് നോർമലി പെയ്ഡ്. നോർമലി പെയ്ഡ് എന്ന് ചോദിച്ചിട്ട് ഇതിപ്പോൾ പ്രത്യേകിച്ചൊരു കൊമേഴ്ഷ്യൽ ബാങ്ക് ആണോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ നോർമലി പറയാത്തത് കാരണം നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്ക് എഴുതാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ആദ്യം അവർ അങ്ങനെ ആൻസർ കീ കൊടുത്തെങ്കിലും പിന്നെ അവർ ഹാഫ് ഇയർലി ആക്കി. അപ്പോൾ ഹാഫ് ഇയർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരുടെയാണ്? ഹാഫ് ഇയർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കോപ്പറേറ്റീവ് ബാങ്കാണ് ഹാഫ് ഇയർലി സേവിങ്സ് ബാങ്ക് നോർമലി കൊടുക്കുക കേട്ടോ. ഹാഫ് ഇയർലി കൊടുക്കുക. മറ്റവരാണെങ്കിൽ ക്വാർട്ടർലി ആണ് കൊടുക്കുക അല്ലേ. ക്വാർട്ടർലി ആയിരുന്നു പ്രൊവിഷനിൽ വന്നിരുന്നത്, പക്ഷേ പിന്നെ അത് അവർ വേഗം ഹാഫ് ഇയർലി ആക്കി. അപ്പോൾ ഇവിടെ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ് അവർ ഉദ്ദേശിച്ചത്, പക്ഷേ എന്താണ് ക്വസ്റ്റ്യനിൽ അത് കൊടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഈസ് നോർമലി പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കോപ്പറേറ്റീവ് ബാങ്ക്സിന് വേണ്ടതാണ്, പക്ഷേ കൊടുത്തില്ല. ഹാഫ് ഇയർലി കോപ്പറേറ്റീവ് ബാങ്കിനാണ്. കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ക്വാർട്ടർലി ആണ് അവർ ഡെപ്പോസിറ്റ് ചെയ്യാറ് കേട്ടോ. ഓക്കെ, മാക്സിമം ടെന്യൂർ ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അപ്പോൾ ഇവർക്ക് ഇവിടെയും ഏത് ബാങ്കാണെന്നൊന്നും പറയുന്നില്ല. മാക്സിമം ടെന്യൂർ ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മാക്സിമം കാലാവധി 10 വർഷമാണ്. പിന്നെ ഡൗട്ടിൻ്റെ ആവശ്യമില്ല, രണ്ട് കൂട്ടർക്കും അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തെറ്റില്ല. ഓക്കെ, മിനിമം ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ തെറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് അതും ആ രീതിക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ എഫ് ഡി റെസിപ്റ്റ് ഈ പറഞ്ഞ പോലെ എഫ് ഡി റെസിപ്റ്റ് നോട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് കേട്ടോ. ട്രാൻസ്ഫറബിൾ അല്ല, നെഗോഷ്യബിൾ അല്ല. എഫ് ഡിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് വേറൊരാൾക്ക് ഉപയോഗിച്ചിട്ട് കാശാക്കി കൊടുക്കാനൊന്നും പറ്റില്ല കേട്ടോ എഫ് ഡി റെസിപ്റ്റ്. അടുത്തത് വാട്ട് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് റിക്വയർഡ് ഫോർ ഓപ്പണിംഗ് PMJDY അക്കൗണ്ട്. PMJDY അക്കൗണ്ടിൻ്റെ കാര്യം പഠിക്കാനാട്ടോ. മിനിമം എമൗണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. മിനിമം എമൗണ്ട് ഒന്നും വേണ്ട. മിനിമം ഡെപ്പോസിറ്റ് റിക്വയർഡ് ആവശ്യമില്ലാത്തവയാണ് എന്ത്? നമ്മുടെ PMJDY. അപ്പോൾ PMJDY എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി ജൻധൻ യോജനയാണ്. അതൊരു നാഷണൽ മിഷനാണ് അല്ലേ. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഫിനാൻഷ്യൽ സർവീസസ് വേണം, അല്ലെങ്കിൽ എല്ലാവർക്കും അക്കൗണ്ട് വേണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് തുടങ്ങിയതായിരുന്നു അല്ലേ. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ടുള്ള നാഷണൽ മിഷൻ്റെ ഭാഗമാണ് PMJDY. അപ്പോൾ റെമിറ്റൻസ്, ക്രെഡിറ്റ് ഇൻഷുറൻസ്, പെൻഷൻ ഇതൊക്കെ ഒരു അഫോർഡബിൾ മാനറിൽ എല്ലാവർക്കും എത്തിക്കുക, അതാണ്. അങ്ങനെ തുടങ്ങിയതാണ് BSBD അക്കൗണ്ടും. ഓക്കെ, BSBD അക്കൗണ്ട് അതിൻ്റെ എല്ലാവർക്കും അക്കൗണ്ട് വേണം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജൻധൻ യോജന തുടങ്ങിയിട്ടുള്ളത്. അത് എവിടെ വേണമെങ്കിലും ബിസിനസ്, ഇപ്പോൾ ബാങ്ക് ഇല്ലാത്ത ബ്രാഞ്ചസ് ഇല്ലാത്തതാണെങ്കിൽ ബിസിനസ് കറസ്പോണ്ടൻസ് എന്ന് ആ ഔട്ട്ലെറ്റിലും ഒക്കെ എന്ത് ചെയ്യാം, അക്കൗണ്ട് തുടങ്ങാം. അപ്പോൾ അതിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 1 ബേസിക് സേവിങ്സ് അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് ഫോർ അൺബാങ്ക്ഡ് പേഴ്സൺ. ഇതുവരെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത വ്യക്തിക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കുക, അതാണ് അതിൻ്റെ ഒരു ബെനഫിറ്റ്. പിന്നെ നോ റിക്വയർമെൻറ്റ് ടു മെയിൻറ്റെയിൻ, മിനിമം ബാലൻസ് വേണ്ട എന്നുള്ളതും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷേ ഇവിടെ നമ്മളൊരു പോയിൻ്റ് ആലോചിക്കണം. അപ്പോൾ നമ്മൾ മിനിമം ബാലൻസ് വേണ്ട എന്ന് പറഞ്ഞു, പക്ഷെ നമുക്ക് ചെക്ക് ബുക്ക് ഫെസിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ മിനിമം ബാലൻസ് വേണം എന്നാണ് പൊതുവേ ബാങ്കിൻ്റെ റൂൾ കേട്ടോ. അപ്പോൾ ചെക്ക് ബുക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യണം, മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം എന്ന ഒരു റൂള് പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ ബാങ്കുകളൊക്കെ മിനിമം ബാലൻസ് വേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റ് ഈസ് ഏൺഡ് ഓൺ ദ ഡെപ്പോസിറ്റ് ഇൻ PMJDYക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാം ഡെപ്പോസിറ്റ് തുകയ്ക്ക്. പിന്നെ റുപ്പേ ഡെബിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവർക്ക് കേട്ടോ. അക്കൗണ്ട് ഹോൾഡർക്ക് റുപ്പേ ഡെബിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവർ ഉണ്ട്, 1 ലക്ഷം. 1 ലക്ഷം പണ്ടായിരുന്നു, ഇപ്പോൾ 2 ലക്ഷം ആക്കിയിട്ടുണ്ട്. പുതിയ PMJDY അക്കൗണ്ടുകൾക്ക്, അതായത് 28/8/2018 ശേഷം തുടങ്ങുന്നവർക്ക് 2 ലക്ഷം രൂപയാണ് വർദ്ധിപ്പിച്ച നിരക്ക് വരിക. അവർക്കും റുപ്പേ കാർഡ് ഇഷ്യൂ ചെയ്യും കേട്ടോ. അക്കൗണ്ട് ഹോൾഡേഴ്സിന് റുപ്പേ കാർഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാർഡ്
ഈ ക്ലെയിം എങ്ങനെയാണ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ക്ലെയിം ക്യാൻ ബി മെയ്ഡ് ഇഫ് ദ കാർഡ് ഹോൾഡർ പെട്ടെന്ന് ഒന്നുകിൽ മരണപ്പെടുക അല്ലെങ്കിൽ പെർമനൻ്റ്ലി ഡിസേബിൾഡ് ആവുക ഒരു ആക്സിഡൻ്റ് ഒക്കെ മൂലം. അപ്പോഴാണ് ഈ ഒരു ക്ലെയിം ഏത് ആക്സിഡൻറ്റ് ഇൻഷുറൻസ് തുക കിട്ടുക. അത് ഈ കാർഡ് ഹോൾഡർ ഓപ്പറേറ്റ് ചെയ്തിരിക്കണം. അറ്റ്ലീസ്റ്റ് 1 സക്സസ്ഫുൾ ഫിനാൻഷ്യൽ ഓർ നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെങ്കിലും ഇത് വെച്ച് നടത്തിയിട്ടുണ്ടായിരിക്കണം 90 days മുമ്പേ കേട്ടോ. ആക്സിഡൻറ്റിന് മുമ്പേ എന്തെങ്കിലും ജസ്റ്റ് ട്രാൻസാക്ഷൻസ് നടത്തിയ ഒരാളായിരിക്കണം. ഇതിൻ്റെ പ്രീമിയം ഉണ്ടല്ലോ, ഈ റുപ്പേ കാർഡ് ആക്സിഡൻറ്റ് ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടയ്ക്കുന്നത് നമ്മുടെ NPCI ആണെന്നും കൂടി ആലോചിക്കാം. ദ പ്രീമിയം ഫോർ ദ റുപ്പേ കാർഡ് ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ഈസ് പെയ്ഡ് ബൈ ദ NPCI കേട്ടോ. NPCI ആണ് അതിൻ്റെ പ്രീമിയം അടയ്ക്കുന്നത്. അവർക്ക് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട് 10,000 രൂപ എലിജിബിൾ ആണ് അക്കൗണ്ട് ഹോൾഡേഴ്സിന്. അപ്പോൾ ഈ PMJDYയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ അവർക്ക് അതുപോലെ തന്നെ എലിജിബിൾ ഉണ്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിനും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയ്ക്കും പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയ്ക്കും അടൽ പെൻഷൻ യോജന, മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ബാങ്ക്, മുദ്ര സ്കീം ഇതിലൊക്കെ അംഗമാവാം എന്നാണ് പറയുന്നത് കേട്ടോ. പ്രധാനമന്ത്രി ജൻധൻ യോജന ലോഞ്ചിങ് ഡേറ്റ് ഒന്ന് പഠിച്ചോളൂ. August 28, 2014 ഇറ്റ് വാസ് ഇനീഷ്യലി August 28, 2014 ലോഞ്ച് ചെയ്തെങ്കിലും അത് ശരിക്കും ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്യുന്നത് August 15, 2014 കേട്ടോ. August 15, 2014 ശരിക്കും അത് അനൗൺസ് ചെയ്തു. അതിനുശേഷം പിന്നെ ലോഞ്ച്ഡ് ഓൺ ഡേറ്റാണ് August 28, 2014 എന്നത്. ജസ്റ്റ് രണ്ടും ഒന്ന് ഓർത്തത്. 15 അനൗൺസ് ചെയ്തു, കാരണം പ്രധാനപ്പെട്ട ദിവസമാണല്ലോ. അപ്പം അന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പിന്നെ 28 ഒറിജിനൽ ലോഞ്ചിങ് നടന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് PMJDY അതായത് പോയിന്റുകളായിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. PMJDY എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു ഡേറ്റ് ഓർത്തിരിക്കണം. August 28, 2014. പിന്നെ അനൗൺസ് ചെയ്തത് August 15, 2014. പിന്നെ ഇവർക്ക് ഓവർ ഡ്രാഫ്റ്റ് 10,000 എലിജിബിൾ ആണ്. NPCI ആണ് പ്രീമിയം അടയ്ക്കുന്നത്. കാർഡ് ഹോൾഡർക്ക് 90 ദിവസത്തിനകം എന്തെങ്കിലും ഒരു സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ക്ലെയിം അലവബിൾ ആണ്. ആക്സിഡൻറ്റ് ഇൻഷുറൻസ് 2 ലക്ഷം രൂപയാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ റുപ്പേ ഡെബിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നു, റുപ്പേ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡെബിറ്റ് കാർഡ് കൊടുക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഇൻട്രസ്റ്റ് ഇതിന് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ആലോചിക്കുക. മിനിമം ബാലൻസ് വേണ്ട. 1 ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് ഫോർ അൺബാങ്ക്ഡ് പേഴ്സൺ. ഇതാണ് അവരുടെ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മളിതുമായി ബന്ധപ്പെട്ട് നോക്കി വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ക്യാൻ ഇല്ലിറ്ററേറ്റ് പേഴ്സൺ ബി ഇഷ്യൂഡ് ഡെബിറ്റ് കാർഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഉത്തരം അടയാളപ്പെടുത്തിയോ ഇവിടെ? യെസ്, നോ മിനിമം ഡെപ്പോസിറ്റ് റിക്വയർഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇല്ലിറ്ററേറ്റ് പേഴ്സണ് ഡെബിറ്റ് കാർഡ് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇഫ് ഇറ്റ് ഈസ് ജോയിൻ്റ് അക്കൗണ്ട് വിത്ത് ലിറ്ററേറ്റുമായി ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിലേ കൊടുക്കാൻ പാടുള്ളൂ. മിനിമം ബാലൻസ് 1000 വേണം എന്നൊന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ഡെബിറ്റ് കാർഡ് കൊടുക്കാം കേട്ടോ. ഡെബിറ്റ് കാർഡ് കൊടുക്കാൻ പറ്റും. ഇല്ലിറ്ററേറ്റ് പേഴ്സൺ ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഡെബിറ്റ് കാർഡ് കൊടുക്കാൻ പറ്റും. ഇല്ലിറ്ററേറ്റ് പേഴ്സൺ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളെ വെച്ച് അത് യൂസ് ചെയ്യിക്കാനും പറ്റും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈനറുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. മൈനർക്ക് ഡെബിറ്റ് കാർഡ് കൊടുക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ അപ്പം നമ്മൾ കാശ് അയച്ചു കൊടുത്ത് ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം. നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ അല്ലേ, അവർക്ക് ഉപയോഗിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഡെബിറ്റ് കാർഡൊക്കെ ഇഷ്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ ക്രെഡിറ്റ് കാർഡ് അലവബിൾ അല്ല. അതും ഗാർഡിയൻ അക്കൗണ്ട് ആകുമ്പം ഗാർഡിയൻ ത്രൂ ഉള്ളതാകുമ്പം നമ്മുടെ ഓതറൈസേഷനോട് കൂടിയിട്ട് വേണമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അവർക്ക് ഉപയോഗിക്കാം. പക്ഷേ അവർക്ക് മാത്രമായിട്ട് ക്രെഡിറ്റ് കാർഡ് കൊടുക്കില്ല കേട്ടോ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യുക. ഡെബിറ്റ് കാർഡ് അല്ല, ക്രെഡിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡ് കൊടുക്കും കേട്ടോ, ഡെബിറ്റ് കാർഡിന് കുഴപ്പമൊന്നുമില്ല. ക്രെഡിറ്റ് കാർഡ് കൊടുക്കില്ല എന്ന് ആലോചിക്കുക. കാരണം അവർക്ക് ലയബിലിറ്റി ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കില്ല. ഓക്കെ, ആ ഒരു പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞാണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വൈൽ മേക്കിംഗ് നോമിനേഷൻ സിഗ്നേച്ചർ ഓഫ് നോമിനി ഈസ് റിക്വയർഡ്. നോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു 50,000 രൂപ FD ഇടുകയാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കും ആരെയാണ് നോമിനിയായിട്ട്. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് ഓഫ് നോമിനേഷൻസ് ഒക്കെ ഇപ്പം ഉണ്ട് അല്ലേ, സൈമൾട്ടേനിയസും. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്, അതപ്പോൾ അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ 4 നോമിനീനെ വരെ വെക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുറേ ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ പറഞ്ഞാണ്, കുറേ റിപ്പീറ്റഡ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ അത് വായിക്കുക കേട്ടോ.
അപ്പോൾ വൈൽ മേക്കിംഗ് നോമിനേഷൻസ് സിഗ്നേച്ചർ ഓഫ് നോമിനി ആവശ്യമാണോ ചോദിച്ചാൽ നോമിനിയുടെ സിഗ്നേച്ചറൊന്നും ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നോമിനി ഇപ്പോൾ വൈഫാണ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ഹസ്ബൻഡ് ചിലപ്പോൾ എവിടെയായിരിക്കും, ഗൾഫിലോ അല്ലെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ അയാളെ നോമിനേറ്റ് വയ്ക്കുമ്പോൾ അയാളെ ഒപ്പ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ആവശ്യമില്ല. നോമിനി പോലും അറിയുന്നുണ്ടാവില്ല ഞാനാണ് നോമിനി, മനസ്സിലായോ? അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മളൊരാളെ നോമിനിയായി വെക്കുമ്പോൾ നിങ്ങളെയാണ് നോമിനിയായിട്ട് വെക്കുന്നതെന്ന് അയാളോട് പറയേണ്ട കാര്യം ഇല്ല. നമുക്കൊരാളെ അയാളുടെ റിലേഷൻ എന്താണ് അത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി. അങ്ങനെയാണ് നോമിനീനെ വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഡൗട്ട് ഒരു കൊല്ലം കഴിഞ്ഞു നമുക്ക് നോമിനീനെ ഒന്ന് മാറ്റണമെങ്കിൽ മാറ്റുകയും ചെയ്യാം. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് നോമിനീനെ മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നോമിനിയുടെ സിഗ്നേച്ചർ ആവശ്യമില്ല. നോമിനിക്ക് അറിയണം എന്നില്ല എന്നെയാണ് ഇവിടെ നോമിനിയായിട്ട് വെച്ചിട്ടുള്ളത്, നിർബന്ധമില്ല എന്നാണ് പറഞ്ഞത്. അറിഞ്ഞാലും കുഴപ്പമില്ല, അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബൈ ബാങ്ക്സ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലൈബിലിറ്റി നോക്കിയിട്ടാണ് SLR തീരുമാനിക്കുന്നത് കേട്ടോ. അപ്പോൾ SLRൻ്റെ ഭാഗം CRR ആ ഭാഗമൊക്കെ ഒന്ന് നന്നായി വായിച്ചു നോക്കണം. അടുത്തത് വെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാണ്ട്സ് ടു റെഡ്യൂസ് ലിക്വിഡിറ്റി ഇൻ ദ ബാങ്കിങ് സിസ്റ്റം. ശരിക്കും ദേ വിൽ ഇൻക്രീസ് CRR കൂട്ടും എന്നാണ് വേണ്ടത്. പക്ഷേ അവരിവിടെ ഉത്തരം ക്വസ്റ്റ്യൻ തന്നെ ക്യാൻസൽ ചെയ്യാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യുമ്പം അത് നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി നോക്കിയിട്ട് തന്നെയാണ്, പെർസെൻറ്റേജ് നോക്കിയിട്ട് തന്നെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സേവിങ്സ് അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ബാലൻസും ഒക്കെ നോക്കിയിട്ടാണ് അവരുടെ ടോട്ടലാണ് എന്ത് പറയുന്നത് നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഒരു പണപ്പെരുപ്പ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പണലഭ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ട് CRR ആണ് എന്ത് ചെയ്യുക, ഒന്ന് കൺട്രോൾ ചെയ്യുക കേട്ടോ. അടുത്തത് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ബാങ്ക്സ് ക്ലാസിഫൈ NPA അക്കൗണ്ട്സ് ഇൻടു. NPA അക്കൗണ്ട്സ് എങ്ങനെയാണ്, അപ്പോൾ ചോദ്യം നോട്ട് ചെയ്യണം. NPA അക്കൗണ്ട്സ് ആണ് വരുന്നത്. അപ്പോൾ NPA അക്കൗണ്ട്സ് എത്ര തരമുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത് ഉത്തരം എഴുതാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ NPA അക്കൗണ്ട് 3 കാറ്റഗറിയാണുള്ളത്. സബ് സ്റ്റാൻഡേർഡ് ഉണ്ട്, ഡൗട്ട്ഫുൾ ഉണ്ട്, ലോസ് ഉണ്ട്. നന്നായി വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഉത്തരം എഴുതുക. 3 കാറ്റഗറീസാണ് NPA ഉള്ളത്. അവിടെ സ്റ്റാൻഡേർഡ് ഇല്ലല്ലോ, സ്റ്റാൻഡേർഡ് വന്നാൽ NPA അല്ല. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഇല്ലാത്തത് നോക്കിയാൽ മതി. സ്റ്റാൻഡേർഡ് ഇല്ലാത്തത് സബ് സ്റ്റാൻഡേർഡ് ഉണ്ട്, ഡൗട്ട്ഫുൾ ഉണ്ട്, ലോസ് ഉണ്ട്. അപ്പോൾ അതാണ് NPA. അപ്പോൾ NPAനെ കുറിച്ചിട്ട് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ നോൺ പെർഫോമിംഗ് അസറ്റാണ്. അപ്പോൾ ഈൽഡ് ഒന്നുമില്ല. നോൺ പെർഫോമിംഗ് അസറ്റ് അടയ്ക്കാൻ വൈകി കിടക്കുന്ന തുകകളാണല്ലോ. അപ്പോൾ അത് കിട്ടുമോ കിട്ടില്ലയെന്ന് സംശയമുള്ള ഒരു കാറ്റഗറീനെയാണ് നമ്മൾ സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് എന്ന് പറയുക. അപ്പോൾ അവർ ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം അല്ലേ, ആ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. അതിനെയാണ് സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്. പ്രത്യേകം ഒരു ശ്രദ്ധ വേണ്ട അക്കൗണ്ടാണ് സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞത്. അതായത് അവർ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ ഒരു ഇതിലേക്ക് NPAയിലേക്ക് വഴുതി പോകാനുള്ള സാധ്യതയുണ്ട്. 90 ദിവസമാണ് പറയുന്നത് കേട്ടോ. 90 ദിവസം ഇങ്ങനെ ഒന്നും അടയ്ക്കാതെ കിടക്കുന്ന ഓവർ ഡ്യൂ ആയിട്ട് കിടക്കുന്നതൊക്കെ ഏത് കാറ്റഗറിയിലേക്ക് മാറും, NPAയിലേക്ക് മാറുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റാൻഡേർഡ് അസറ്റുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സബ് സ്റ്റാൻഡേർഡ് ഉണ്ട്, അപ്പോൾ അതും നോക്കണം. അപ്പോൾ അതിൻ്റെ ദിവസങ്ങളുണ്ട്, എത്ര ദിവസം കഴിഞ്ഞാലാണ് ഇവർ ഈ സ്റ്റാറ്റസിലേക്ക് മാറുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡിനെ നമുക്ക് റെഗുലർ എന്നും സ്ട്രെസ്ഡ് എന്നും രണ്ടായിട്ടും ആദ്യം തരംതിരിക്കാം. അല്ലെ, റെഗുലർ നോർമലി അടഞ്ഞു പോകുന്നുണ്ട്, സ്ട്രെസ്ഡ് ആകുമ്പം കുറച്ച് പ്രശ്നത്തിലാണ് അവർ കാണുന്നത്. ചിലപ്പോൾ അത് NPA ആവാനുള്ള സാധ്യത ഇങ്ങനെ കാണിക്കുകയാണ്, അടവ് ഇങ്ങനെ മുടങ്ങി വരിക. അപ്പോൾ അതാണ് സ്ട്രെസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സ്ട്രെസ്ഡിനെയാണ് ഈ ഒരു നമ്മൾ സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെടുത്തുന്നത്. അപ്പോൾ SMA 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 30 ദിവസം വൈകിയ ഡെപ്പോസിറ്റുകളാണ് കേട്ടോ. 1 മുതൽ 30 ദിവസം അങ്ങനെ വൈകി കിടക്കുകയാണെങ്കിൽ അത് SMA 0യിൽ പെടും. 31 to 60 ഡേയ്സ് ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അത് SMA 1ലാണ് പെടുക. പിന്നെ SMA 2യിൽ പെടുന്നത് 61 തൊട്ടിട്ട് 90 ദിവസം വരെ. അപ്പോൾ 61 തൊട്ട് 90 ദിവസം വരെയൊക്കെ മുടങ്ങി പിന്നെ 90 ദിവസം അതെന്തായി മാറി, അപ്പോൾ പിന്നെ അത് നോൺ പെർഫോമിംഗ് അസറ്റായി മാറിയല്ലോ.
ഓക്കെ, 90 ദിവസം കഴിഞ്ഞ് അവരുടെ സ്റ്റാറ്റസ് മാറിയിട്ട് എന്തായി, NPA ആയി മാറി. പിന്നെ ആ NPA 3 തരമുണ്ട്. അതാണ് ഇപ്പോൾ പറഞ്ഞത്, സബ്സ്റ്റാൻഡേർഡും ഡൗട്ട്ഫുള്ളും ലോസും. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ 12 മാസം അപ് ടു 12 മാസം വരെയുള്ളതാണ് സബ്സ്റ്റാൻഡേർഡ്. അത് കഴിഞ്ഞിട്ട് ഉള്ള അടുത്ത 12 മാസത്തേക്കാണ് ഡൗട്ട്ഫുള്ള്. അത് കഴിഞ്ഞാൽ കിട്ടാക്കടായി. അപ്പോഴാണ് ഈ ലോസ് അസറ്റായിട്ട് പരിഗണിക്കുക. കിട്ടാക്കടാണ്, പിന്നെ കിട്ടാനുള്ള മാർഗ്ഗമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഡൗട്ട്ഫുള്ളായിട്ട്. മോർ ദാൻ 12 മന്ത്സ് ഒക്കെ കഴിഞ്ഞു, അപ്പോൾ ഡൗട്ട്ഫുള്ളാണ് കേട്ടോ. മോർ ദാൻ 12 മന്ത്സ് കഴിഞ്ഞാൽ ഡൗട്ട്ഫുള്ളാണ്. ഓക്കെ, ലോസ് അസറ്റ് ആകുമ്പോൾ പിന്നെ അവർ ആരാണ് വെരിഫൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസ് അസറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് RBIയുടെ. അവരാണ് ഈ എമൗണ്ട് എന്ത് ചെയ്യുക, ലോസ് അസറ്റ് ആണെന്ന് ഡിക്ലെയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈഡ് ചെയ്യേണ്ടത്. പക്ഷെ അത് ഫുള്ളി റിട്ടേൺ ഓഫ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കാനാണ് അവരത് ഉപയോഗിക്കുന്നത്. ലോസ് അസറ്റ് എന്താണ്, പിന്നെ അതിനൊക്കെ പ്രൊവിഷൻസ് ഉണ്ട് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഇതിനും പ്രൊവിഷൻസ് മാറ്റി വെക്കേണ്ടതുണ്ട്. കാരണം എന്നാൽ മാത്രമല്ലേ അവർക്ക് ആ ലോസ് ഒന്ന് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എമൗണ്ട് പഠിക്കണം. പ്രൊവിഷനിങ്ങിൻ്റെ എമൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സ്റ്റാൻഡേർഡ് അസറ്റിന് പ്രൊവിഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് അസറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. സ്റ്റാൻഡേർഡ് അസറ്റിന് പ്രൊവിഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്മോൾ ആൻഡ് മീഡിയം ഉണ്ടല്ലോ, അതും അഗ്രികൾച്ചറിനും 0.25% ആണ്. കൊമേഴ്ഷ്യൽ ആണെങ്കിൽ 1%. അതർ ദാൻ റെസിഡൻഷ്യൽ പ്ലോട്ടുകൾ ഉണ്ടല്ലോ, കൊമേഴ്ഷ്യൽ അല്ലാത്ത റെസിഡൻഷ്യൽ പർപ്പസ് അസറ്റുകളാണെങ്കിൽ 0.75% കേട്ടോ. പിന്നെ മറ്റുള്ളവ അതേഴ്സാണ് 0.40% ആണ് കേട്ടോ. സബ്സ്റ്റാൻഡേർഡിന് പ്രൊവിഷൻസ് ഉണ്ട്. സെക്യൂർഡിനാണെങ്കിൽ 15%. എത്രയാണ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് അതിൻ്റെ 15%. സെക്യൂർഡ് ആണെങ്കിൽ, അതായത് അവിടെ സാധനങ്ങളുണ്ട്, സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ സെക്യൂർഡ് ആണെങ്കിൽ. അൺസെക്യൂർഡ് ആണെങ്കിൽ 25% വാങ്ങിക്കും. ഓക്കെ, ഡൗട്ട്ഫുൾ ആണെങ്കിൽ അതിന് പ്രൊവിഷനിങ് ഉണ്ട്, പക്ഷേ അത് പിന്നെ എപ്പോൾ വേണമെങ്കിലും കൂടുതൽ ലോസ് അസറ്റിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അപ് ടു 1 ഇയർ സെക്യൂർഡ് ആണെങ്കിൽ മാത്രം 25% ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൻ്റെ. അൺസെക്യൂർഡ് ആണെങ്കിൽ 100% മാറ്റി വയ്ക്കണം. പിന്നെ അതുപോലെ തന്നെ ലോസ് അസറ്റ് ആണെങ്കിലും 100% ആണ് പ്രൊവിഷനിങ് വരിക കേട്ടോ. പിന്നെ ഈ പ്രൊവിഷനിങ്ങിൽ ഡൗട്ട്ഫുൾ അസറ്റ്സിൽ നമ്മൾ പറഞ്ഞു അപ് ടു 1 ഇയർ 25% ആണെന്ന്. അപ്പോൾ 1 മുതൽ 3 വർഷം വരെ സെക്യൂർഡിന് 40%, ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ 100 കൊടുക്കണം. മോർ ദാൻ 3 ഇയർ ആണെങ്കിൽ സെക്യൂർഡിനും അൺസെക്യൂർഡിനും 100% മാറ്റി വയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അതാണ് പ്രൊവിഷനിങ്ങിനെ കുറിച്ചിട്ട് ജസ്റ്റ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് അത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിൻ്റ് കിട്ടട്ടെ അല്ലേ, അങ്ങനെ നമ്മൾ ഉറച്ചു വയ്ക്കുക. വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി പറയാം കേട്ടോ. ഈ ഭാഗം പ്രൊവിഷനിങ് നമുക്ക് ഒന്നും കൂടി പറയാം. സ്റ്റാൻഡേർഡ് അസറ്റിൻ്റെ പ്രൊവിഷനിങ് SME ആൻഡ് അഗ്രികൾച്ചർ 0.25%. കൊമേഴ്ഷ്യൽ ആണെങ്കിൽ 1%. കൊമേഴ്ഷ്യൽ അല്ലാതെ അതർ ദാൻ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ആണെങ്കിൽ 0.75% ആണ്. അതേഴ്സ് ആണെങ്കിൽ 0.40% കേട്ടോ. സബ്സ്റ്റാൻഡേർഡിൻ്റെ കേസിലെ പ്രൊവിഷൻസ് പറയുകയാണെങ്കിൽ സെക്യൂർഡും ഉണ്ട്, ഒരു അൺസെക്യൂർഡ് ഉണ്ട്. എല്ലാറ്റിനും സെക്യൂർഡ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഉള്ളതും പിന്നെ അൺസെക്യൂർഡും. സെക്യൂർഡ് ആണെങ്കിൽ 50% ഓൺ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടും, അൺസെക്യൂർഡ് ആണെങ്കിൽ 25% ഓൺ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടുമാണ്. ഓക്കെ, ഇനി ഡൗട്ട്ഫുള്ളിനും സെക്യൂർഡും അൺസെക്യൂർഡും ഉണ്ട്. സെക്യൂർഡ് പോർഷനിൽ 1 ഇയർ അപ് ടു 1 ഇയർ വരെയുള്ളത് 25% ആണ്. അൺസെക്യൂർഡിന് 100% വെക്കണം. ഇനി 1 മുതൽ ഇതെല്ലാം ഈ ഒരു ഡൗട്ട്ഫുൾ തന്നെ 3 തരമുണ്ട്. അതായത് അപ് ടു 1 ഇയർ, 1 ഇയർ തൊട്ടിട്ട് 3 വർഷം വരെയുള്ളത്, 3 വർഷത്തിൻ്റെ മുകളിലുള്ളത്. 3 വർഷത്തിൻ്റെ മുകളിലുള്ള മോർ ദാൻ 3 ഇയറിന് സെക്യൂർഡും അൺസെക്യൂർഡും ഒക്കെ 100 ആണ്. കാരണം അത് ലോസ് അസറ്റിൻ്റെ അടുത്ത കാറ്റഗറി ആയില്ലോ. അതുകൊണ്ട് 1 മുതൽ 3 വർഷം വരെയുള്ളത് സെക്യൂർഡ് 40% ആണ് ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ. അൺസെക്യൂർഡ് ആണെങ്കിൽ 100% വെക്കണം കേട്ടോ. അതാണ് പ്രൊവിഷനിങ് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പിന്നെ ഒരു സിസ്റ്റം, അതായത് നമ്മുടെ 1067 ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു കേട്ടോ.
ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 1067/2025 ഇതൊരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് ബാങ്കിങ്ങിൻ്റെ കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് നബാർഡ് ഈസ് അറ്റ്. ഏതാണ് ഹെഡ് ക്വാർട്ടേഴ്സ്? നബാർഡ്. നബാർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈയിലാണ്. അപ്പോൾ പിന്നെ അത് നമ്മൾ നബാർഡിനെ കുറിച്ച് അത്ര പറയുന്നില്ല കേട്ടോ. എമംഗ് ദ ഫോളോയിങ് വൺ ഈസ് നോട്ട് ദ ഫീച്ചർ ഓഫ് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഫീച്ചർ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പ്രൊവൈഡ് കറണ്ട് ആൻഡ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു, ലോൺസ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നു, ATM ഡെബിറ്റ് കാർഡ് ഫെസിലിറ്റി കൊടുക്കുന്നു, ഓൺലൈൻ ബാങ്കിങ് ഉണ്ട്. അപ്പം പേയ്മെൻറ്റ് ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും? ലോൺസ് കൊടുക്കാൻ പറ്റുമോ പേയ്മെൻറ്റ് ബാങ്കിന്? പറ്റില്ല അല്ലേ. ക്രെഡിറ്റ് കാർഡും കൊടുക്കാൻ പറ്റില്ല. സോ അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. സോ അത് നോട്ട് ചെയ്തോളൂ. ഗീവിങ് ലോൺസും ക്രെഡിറ്റ് കാർഡ് കൊടുക്കാൻ പറ്റുന്നതും അവരുടെ ഫീച്ചർ അല്ല. എക്സാമ്പിൾസ് ഓഫ് പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻസിൻ്റെ ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത്. പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണോ അറിയോ? ഫിനാൻഷ്യൽ ടൂൾസാണ്. അതായത് നമ്മുടെ പ്രീപെയ്ഡ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, പ്രീപെയ്ഡ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ടൂളുകളാണ് ഈ പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗിഫ്റ്റ് കാർഡിൽ നമുക്ക് അങ്ങനത്തെ സംഭവമുണ്ട്, മൊബൈൽ വാളറ്റ്, സ്മാർട്ട് കാർഡ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒരു തരം പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്, നമ്മൾ ഓരോരോ പർപ്പസിന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓൾ ഓഫ് ദി എബവ് ആണ് ഉത്തരമായിട്ട് വരിക. ഇതെല്ലാം പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ എന്താണ് പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ? പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ഫിനാൻഷ്യൽ ടൂൾസ് ദാറ്റ് സ്റ്റോർസ് എ പ്രീപെയ്ഡ് വാല്യൂ which can be used to purchase goods and services including financial services and remittance ഒക്കെ ഉപയോഗിക്കാം അത് വെച്ചിട്ട്. അതാണ് പറയുന്നത് കേട്ടോ, പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ഡാഷ് ഈസ് ദ ഫീച്ചർ ഓഫ് ബാങ്ക് ഡ്രാഫ്റ്റിൻ്റെ ഫീച്ചർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബാങ്ക് ഡ്രാഫ്റ്റിൻ്റെ ഫീച്ചർ. ബാങ്ക് ഡ്രാഫ്റ്റ് ഒരു പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ് കേട്ടോ. പിന്നെ പേയ്ക്ക് സെക്യൂർ ഫോർ പേയ് ആണ്, ഗ്യാരണ്ടീഡ് പേയ്മെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക എന്താണ്? എല്ലാം ആണ്. ഓക്കെ, ഇതിൻ്റെ ഫീച്ചേഴ്സ് തന്നെയാണ് എല്ലാം. ഓക്കെ, ഇതിൻ്റെ ഫീച്ചറാണ് എല്ലാം. ബാങ്ക് ഡ്രാഫ്റ്റിൻ്റെ ഫീച്ചറാണ് പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണെന്നതും സെക്യൂർ ഫോർ പേയ് ആണെന്നും ഗ്യാരണ്ടീഡ് പേയ്മെൻ്റ് ആണെന്നും ഒക്കെ ഇതിൻ്റെ എന്താണ്? ഫീച്ചേഴ്സാണ്, പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ്. അപ്പോൾ നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിൽ മറ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നതാണ് ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റൊക്കെ. ബിൽ ഓഫ് ലേഡിങ്, അതുപോലെ ഡോക്ക് വാറണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ, അങ്ങനെ കുറച്ചെണ്ണമൊക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1880 പറയുന്നത്. ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഒരു പിന്നെ 3 പാർട്ടികളാണ്. ഡ്രോയർ ഉണ്ട്, ഡ്രോയി ഉണ്ട്, പേയ് ഉണ്ട്. ശരിക്കും 3 months നെഗോഷ്യബിൾ ആണ് അവരുടെ വാലിഡിറ്റി ഒക്കെ പറയുന്നത്. അതൊരു ഓർഡറാണ് അല്ലേ, ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് സെയിം ബാങ്ക് ആയിരിക്കും. ഒരു സ്പെസിഫിക് സം ഓഫ് മണി, ഇപ്പം തിരുവനന്തപുരത്ത് നമുക്ക് അടയ്ക്കണമെങ്കിൽ നമ്മൾ DD എടുക്കില്ലേ, ആ സെയിം സംഭവം അല്ലേ. അവിടുത്തെ ബാങ്കിൽ മാറാവുന്ന DD നമ്മൾ ഇവിടെ കൊടുക്കും, അവരവിടെ പോയിട്ട് മാറ്റും. അതാണ് പറയുന്നത് കേട്ടോ. അതാണ് DD എന്ന് പറഞ്ഞാൽ പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മുടെ എമൗണ്ട് അവിടെ അതിൽ പ്രീപെയ്ഡ് ആണല്ലോ, നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടാണ് അടയ്ക്കുന്നത് കേട്ടോ. സെക്യൂരിറ്റി ഉണ്ടല്ലോ തീർച്ചയായിട്ടും, ഗ്യാരണ്ടീഡ് പേയ്മെൻ്റ് അല്ലേ, നമ്മൾ ഓൾറെഡി അടച്ചു കഴിഞ്ഞതല്ലേ, ഓൾറെഡി നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ മാറിക്കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ബാങ്ക് ഡ്രാഫ്റ്റ്, ഓൾ ഓഫ് ദി എബോവ്. അടുത്തത് കസ്റ്റമർ ഡെപ്പോസിറ്റ്. മണി ഒരു ബാങ്കർക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ റിലേഷൻഷിപ്പ് എന്താണ്? ബാങ്കർ ഓർ കസ്റ്റമർ. സാധാരണ ജനറൽ റിലേഷൻഷിപ്പാണ് ചോദിച്ചിട്ടുള്ളത്. ജനറൽ റിലേഷൻഷിപ്പ് എന്താണ്? ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ ആണ് അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് RRB സെറ്റപ്പ് ചെയ്ത വർഷം. RRB എന്നാ സെറ്റപ്പ് ചെയ്തത്? 1975 കേട്ടോ. ഓക്കെ, അടുത്തത് ഹൂ റോട്ട് ദ ബുക്ക് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ആൻഡ് എക്സ്പോസിഷൻ ഓഫ് മോഡേൺ സോഷ്യലിസം. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യനാണ്, കേൾക്കാത്ത സുപരിചിതമല്ലാത്തൊരു ചോദ്യമാണ്, അതുകൊണ്ട് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഹൂ റോട്ട് ദ ബുക്ക് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ആൻഡ് എക്സ്പോസിഷൻ ഓഫ് മോഡേൺ സോഷ്യലിസം? റോബർട്ട് ഓവൻ ആണോ, ലോറൻസ് ഗ്രോൺലാണോ, വില്യം കിങ് ആണോ, ആഡം സ്മിത്ത് ആണോ? അപ്പോൾ നമ്മൾ കേൾക്കാത്ത പേരാണ് ഉത്തരം കേട്ടോ. ലോറൻസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. ലോറൻസ് ഗ്രോലണ്ടാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ
കേൾക്കാത്തൊരു ചോദ്യമാണ്. ബാക്കിയൊക്കെ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. NPAയുടെ പ്രൊവിഷൻസൊക്കെ ഒന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. ഓംബുഡ്സ്മാൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ചു നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മാക്സിമം പോയിൻറ്റുകൾ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്